ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിലാക്സ് ആൻഡ് വാച്ച്. ഞാൻ നസീർ. എൻ്റെ ആൻഡമാൻ യാത്രയിലെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. കാലാപാനി അഥവാ സെല്ലുലാർ ജയിൽ, അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് സെല്ലുലാർ ജയിൽ. നമ്മുടെ പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ബ്രിട്ടീഷുകാർ ജയിൽവാസത്തിനായിട്ട് അയച്ചിരുന്നത് ഇങ്ങോട്ടാണ്. നമ്മുടെ മോഹൻലാലിൻ്റെ കാലാപാനി സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടത്തിൻ്റെ സ്മരണകളേറി നിൽക്കുന്ന സെല്ലുലാർ ജയിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ തടവിൽ പാർപ്പിക്കുന്നതിനായിട്ട് ബ്രിട്ടീഷുകാർ 1906 പണി കഴിപ്പിച്ച ജയിലിലാണ് ഈ സെല്ലുലാർ ജയിൽ അഥവാ കാലാപാനി. ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലാണ് കുപ്രസിദ്ധമായിട്ടുള്ള ഈ തടവറ ഉള്ളത്. ഏതാണ്ട് 700ഓളം സെല്ലുകളുണ്ട് ഇവിടെ. ഇവിടെയായിരുന്നു നമ്മുടെ സേനാനികൾക്ക് കടുത്ത ശിക്ഷ നടപടികളും അതിക്രൂരമായ പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. വരൂ, നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. ഈ സെല്ലുലാർ ജയിലിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ ഇവിടെ ചുറ്റും വെച്ചിട്ടുള്ള ഈ ഡിസ്പ്ലേയിൽ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ ഈ കാണുന്നതിലെല്ലാം അവർ വളരെ കൃത്യമായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു, ആരെയൊക്കെയാണ് ഇവിടെ പാർപ്പിച്ചിട്ടുള്ളത്, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇത് നീറ്റായിട്ട് നമ്മൾ കുറച്ച് സമയമെടുത്ത് ഈ കാര്യങ്ങൾ വ്യക്തമായി വായിച്ചതിന് ശേഷം ഉള്ളിലേക്ക് പോവുക. എങ്കിലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ഐഡിയ കിട്ടുള്ളൂ. ചുമ്മാ വന്ന് എല്ലാം ഒന്ന് കണ്ടുപോയി എന്ന് കരുതി നമുക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് ഐഡിയ കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ആരങ്ങളുള്ള ഒരു സ്ട്രക്ചറാണിത്. ചുറ്റും ഓരോ ആരങ്ങളായിട്ട്. അപ്പോൾ ഈ 7 ആരങ്ങളായിട്ട് മൊത്തം 700 സെല്ലുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള വാച്ച് ടവറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 7 ബിൽഡിങ്ങിലുള്ള എല്ലാ പേഴ്സണേഴ്സിനെയും കൃത്യമായിട്ട് അവർക്ക് വാച്ച് ചെയ്യത്തക്ക രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ. സോ അന്നത്തെ ഒരു എൻജിനീയറിംഗ് വിസ്മയം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണിത്. ശരിക്കും കാണേണ്ട ഒരു ഇത് തന്നെയാണ്. ആ മ്യൂസിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് വരുന്നത് ഈ ജയിലിൻ്റെ പ്രവേശന കവാടത്തിലേക്കാണ്. സോ അവിടെ ഒരു അണയാത്ത ഒരു ദീപശിഖ വച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇപ്പം ആക്ച്വലി ഇതിൽ 7 ബിൽഡിംഗ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 3 ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കി 4 നശിച്ചു പോയി. പിന്നെ സുനാമിയുടെ ഇതിലൊക്കെ ആഘാതത്തിലൊക്കെ കുറേയൊക്കെ നശിച്ചു പോയി. സോ അതൊക്കെ ഫുൾ ഡെമോളിഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഒരു ജനറൽ ഹോസ്പിറ്റലാണ്. നമുക്ക് കയറുമ്പോൾ കാണുന്ന 2 ആരങ്ങളാണിത്, 2 ബിൽഡിങ്ങുകളാണിത്. മൊത്തം 3 ബിൽഡിങ്ങേ ഉള്ളൂ. അങ്ങ് ദൂരെ അതിൻ്റെ നടുക്ക് കാണുന്നതാണ് വാച്ച് ടവർ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും. ഈ ഓരോ അറകളായിട്ട് ആണ് ഇതിൻ്റെ നിർമ്മാണം. സോ മൊത്തത്തിൽ ഒരു 10-15 പേരെ പാർപ്പിക്കുന്ന രീതിയിലുള്ള വലിയ റൂമുകളല്ല. ഓരോ സെല്ലുകളിൽ ഓരോ ആയിട്ട് ഇടത്തക്ക രീതിയിൽ ആൾക്കാരെ ഇടത്തക്ക രീതിയിലുള്ള ചെറിയ ചെറിയ സെല്ലുകളാണ് ഇവിടെ ഉള്ളതെല്ലാം.
ഇതിൻ്റെ നടുക്കുള്ള ബിൽഡിംഗ് സ്ട്രക്ചറിലേക്കുള്ള ഒരു കവാടമാണിത്. ഇവിടെ നിന്നാണ് ഈ മേളിലെല്ലാം വാച്ച് ടവറിലേക്കുള്ള പടിക്കെട്ടുകൾ മേപ്പോട്ട് പോകുന്നത്. ഇതാണ് ഈ സെല്ലുലാർ ജയിലിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ. ഇങ്ങനത്തെ 7 ബിൽഡിങ്ങുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനകത്തുള്ള 670 സെല്ലോ 650 സെല്ലുകളുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ സെല്ലുകളും. ഒരാൾക്ക് കടന്നു പോകാവുന്ന രീതി. ഇതിൻ്റെയൊക്കെ വെയിറ്റ് എന്തൊരു വെയിറ്റാണ്. സാധാരണ മനുഷ്യനെ കൊണ്ട് ഒന്നും പൊക്കാൻ നോക്കില്ല, അത്രയ്ക്ക് വെയിറ്റ്. ഒരു ചെറിയൊരു കാറ്റ് കിടക്കത്തക്ക ഭാഗത്തിലൊരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. ആൾക്ക് കഷ്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ വാതിൽ. അതും ആ വാതിലും ഭയങ്കര കട്ടിയുള്ള വെയിറ്റുള്ള ഇരുമ്പുകൊണ്ടാണ്. ഈ വാതിലുകളിലൊക്കെ താഴെ വന്നിട്ട് ഇപ്പുറത്ത് തനിയെ മതിലിന് ഇപ്പുറത്താണ് കൊടുത്തേക്കുന്നത്. ഈ വഴി ഇട്ടാണ് ഇവിടെ ഇട്ട് ലോക്ക് ചെയ്തത്. ഇവിടെ പോട്ട് പൊട്ടിക്കുകയാണോ അങ്ങനത്തെ രീതിയിലുള്ളതും പറ്റാത്ത രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഇവിടെ. ആ കാണുന്നതാണ് റോസ് ഐലൻഡ് എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ വാർഡൻ മറ്റുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷുകാരുടെ താമസ സ്ഥലമായിരുന്നു. ഇവിടുത്തെ ജയിലിലെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് അവിടെയായിരുന്നു അവരുടെ താമസം. ഇത് ആണ് ഈ ജയിലിൻ്റെ മേളത്തെ വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഹൗസ് കാണുന്ന ആ ഭാഗമാണ് നോർത്ത് ബേ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പഴയ 20 രൂപ നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ ചുവന്ന കളറിലുള്ള 20 രൂപ നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നോർത്ത് ബേയുടെ ചിത്രം അതിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ഫോക്കസ്, യെസ്, ആ ലൈറ്റ് ഹൗസ് മുതൽ ലൈറ്റ് ഹൗസ് തന്നെ അങ്ങനെ അതിനകത്ത് കാണാനുണ്ട്. ഇത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന കഴുമരം ആണ്. കഴുത്തിൽ കുരുക്കിട്ടതിന് ശേഷം ഒരു ലിവറുണ്ട്, അത് വലിച്ചു കഴിഞ്ഞാൽ ഈ താഴത്തെ ഒരു പ്ലാറ്റ്ഫോം അതങ്ങ് തുറന്നങ്ങ് പോകും. അപ്പോൾ അങ്ങനെയാണ് തൂങ്ങി മരിക്കുന്നത്. ഇത് ഇവിടുത്തെ തടവുകാരെ ബന്ധിപ്പിച്ചിരുന്ന പല രീതികളാണ്. കൈയും കാലും ചേർത്ത് ബന്ധിപ്പിച്ച്
അവർക്കൊന്ന് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, അതായത് ബന്ധിപ്പിച്ചിടുന്ന പല രീതിയിലാണ്. ഇതവരുടെ യൂണിഫോം പീഡിപ്പിച്ചിരുന്ന മുറകളാണ് ഇതൊക്കെ, അതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇത് ചക്കിൽ എണ്ണയാട്ടുന്ന, അതായത് തടവുകാരെ കൊണ്ട് ചക്കിൽ എണ്ണ ആട്ടിപ്പിക്കുന്ന ഒരു ഡിസ്പ്ലേ. ആൻഡമാൻ നിക്കോബാർ കമാൻഡിൻ്റെ ഒരു ലൈവ് ഷോ ഇന്നിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുത്തെ തടവുകാരുടെ ക്രൂര പീഡനങ്ങളുടെ കഥ, അതിക്രൂരനായ വാർഡൻ്റെ രീതികൾ, സോ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 2 ഷോ ഉണ്ടാവും. 6 മുതൽ 7 വരെ, 7 മുതൽ 8 വരെ, അങ്ങനെ 2 ഷോ ഉണ്ടാവും. ഒരാൾക്ക് 150 രൂപയാണ് അതിൻ്റെ ടിക്കറ്റ്. സോ അത് വീഡിയോ എടുക്കാൻ അനുവദനീയമല്ല. അതിൻ്റെ ഒരു സ്റ്റില്ല് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. അത് നല്ലൊരു ഷോ ആണ്. ഇംഗ്ലീഷിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കണ്ണ് നിറഞ്ഞു. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് അത് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ലേസർ ഷോ അല്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ മാത്രമാണ്. പക്ഷേ അത് കാണേണ്ട ഒരു ഇത് തന്നെയാണ്. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.